ഞാൻ പിന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, സാർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞല്ലോ. ഈ MA-യുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പൊ പബ്ലിക് ഡൊമെയിനിലാണ്. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി അല്ല. ഇറ്റ് ഇസ് എ യൂണിവേഴ്സിറ്റി. സോ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞ് ബി ഫോർ ബോംബെ യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞ് പുതിയൊരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടിയുടെ വക്താവ് ശ്രീമതി രാധിക പറഞ്ഞിരിക്കുന്നത് വാട്സാപ്പിൽ ഇന്ന് കറങ്ങി നടക്കുന്ന ഒരു വിവരമാണ്. ശ്രീമതി രാധിക ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ വന്നിരുന്ന വാട്സാപ്പിൽ നിന്ന് കിട്ടുന്ന അപക്വമായിട്ടുള്ള ഇൻഫർമേഷൻ പറയരുത്. യൂണിവേഴ്സിറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. മാഡം, ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ ചർച്ചയിൽ താങ്കളുടെ ഫോണിൽ ഗൂഗിൾ എടുത്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഇമേജസിൽ സെർച്ച് ചെയ്യൂ. അല്ലെങ്കിൽ വേണ്ട, വേറൊരു സർവകലാശാല എടുക്കൂ, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇമേജസ് എടുക്കൂ. അതിൽ കാണുന്ന വി എന്ന് പറയുന്നത് ബി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റിയാണ്. അത് ആ ഫോണ്ടിന്റെ പ്രശ്നമാണ്. ഇതൊക്കെയാണോ ആം ആദ്മി പാർട്ടി ഒരു പ്രശ്നമായിട്ട് പറയുന്നത്? നോക്കൂ, ഇവിടെ എത്രയോ സൈറ്റുകൾ, എത്രയോ സർവകലാശാലകൾ ഇതേ ഫോണ്ടിൽ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന എത്രയോ സർവകലാശാലകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭിക്കും. അതിലെല്ലാം ഇന്നും ഗുജറാത്ത് സർവകലാശാല ഇറക്കുന്ന സർട്ടിഫിക്കറ്റ് നോക്കിക്കോളൂ. നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വി എന്ന് പറയുന്നത് ബി എന്ന രീതിയിൽ നിങ്ങൾക്ക് വായിക്കാം. അതേപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. അപ്പൊ ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയും.